അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. സവോള, കുഞ്ഞുള്ളി, തക്കാളി, പിന്നെ കുറച്ച് കാന്താരിമുളക്, കറിവേപ്പില, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ഹാഫ് ലെമണും. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാം. ആദ്യം നമ്മളത് ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഹാഫ് ലെമണും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പം നമുക്ക് മസാലയൊക്കെ തേച്ച് ചെമ്മീൻ കുറച്ച് നേരം മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ നമ്മൾ കുറച്ച് നേരം ബാക്കിലോട്ട് നിൽക്കണം. കാരണം അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കടുക് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്പ്ലിറ്റായി പോകുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് സവോള ഇടാം. സവോള വാടാനായിട്ട് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചില സ്ഥലത്തൊക്കെ സവോളയ്ക്ക് സബോള എന്നാട്ടോ പറയാം. നമ്മുടെ കോഴിക്കോട്, മലപ്പുറം ഈ സൈഡൊക്കെ സവോള തന്നെയാണ് പറയാറ്. ചില സ്ഥലത്ത് മാത്രം സബോള. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളി ആഡ് ചെയ്യാം. ആക്ച്വലി ആദ്യം കുഞ്ഞുള്ളി ഇട്ടിട്ട് സവോള ആഡ് ചെയ്താലും സവോള ഇട്ടിട്ട് കുഞ്ഞുള്ളി ആഡ് ചെയ്താലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോഴും കുഞ്ഞുള്ളി ആഡ് ചെയ്തിട്ട് സവോള ആഡ് ചെയ്യാറാണ് പതിവ്. വീഡിയോ എടുക്കണതിൻ്റെ ഇടങ്ങേറിലായപ്പോൾ മറന്നതാട്ടോ ഫസ്റ്റ് കുഞ്ഞുള്ളി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വെക്കാം. അടുത്തത് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പാനിൻ്റെ എല്ലാ സൈഡിലേക്കും. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇടുമ്പോൾ കരിവേപ്പിലിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നല്ല കോമഡി ആവും. അപ്പോൾ വെള്ളം കളഞ്ഞിട്ട് വേണം, ഡ്രൈ ആയിട്ട് വേണം നമ്മൾ കരിവേപ്പില എപ്പോഴും തിളച്ച എണ്ണയിലോട്ട് ഇടാൻ. എന്നിട്ട് അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഈവനായിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആയിട്ട് വെച്ചിട്ടാട്ടോ ഇടുക. ഹൈ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അധിക നേരമൊന്നും ഈ പ്രോൺസ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോൺസിനെ വേവാനൊക്കെ കുറച്ച് സമയം മതി. കൂടുതലായിട്ട് നമ്മളത് വേവിച്ച് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാവും. പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല, പിന്നെ അത് കഴിക്കാനൊരു വൈബ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഇവിടെ കിടന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സവോള എന്തായി നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ സവോളയിലേക്ക് ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 4-5 കാന്താരിമുളക്. ഞാൻ കൂടുതൽ ആഡ് ചെയ്യാത്തത് അധികം എരിവ് വേണ്ട തോന്നിയുണ്ടാട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി എടുത്തത് 2 മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം വഴണ്ട് വരണം. തക്കാളി ഇതിലിങ്ങനെ വലിയ പീസായിട്ട് കിടക്കാൻ പാടില്ല. തക്കാളി നന്നായിട്ട് വഴരണം, നന്നായിട്ട് ചത്തു പോകണം. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മളത് ചത്തു പോകുന്നത് വരെ അത് ഇളക്കി കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ, ആക്ച്വലി ടീസ്പൂണിൻ്റെ ആ ഒരു ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഇടാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറവ് വേണമെങ്കിൽ കുറവിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മൾ കുറച്ചേ ഇടാറുള്ളൂ. പിന്നെ പാകത്തിന് ഉപ്പ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ഞാൻ അധികം ഇടാറില്ല. ഇതിപ്പോൾ 1-1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും എത്തണ വരെ നമ്മൾ ഇളക്കണം. കാരണം നന്നായിട്ട് ഈ സ്പൈസസ് ഒക്കെ അതിലേക്ക് പിടിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് നമുക്ക് ആ ഉടയാത്ത തക്കാളിയൊക്കെ നമുക്ക് അങ്ങോട്ട് ഉടയ്ക്കണം. എന്നിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കാം. അത് ജസ്റ്റ് ഒരു വൈബിനാണ് അത് ഒഴിക്കുന്നത്. ആക്ച്വലി എനിക്ക് എന്തിനാണ് ഒഴിക്കുന്നതെന്നൊന്നും അറിയില്ല. എല്ലാം ഒരു വൈബിൻ്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കുക്കിംഗ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അര ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഗ്രേവി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലേ ഒരു വൈബുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഗ്രേവിയിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് പ്രോൺസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രോൺസ് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ആ പ്രോൺസിലേക്ക് ആ ഗ്രേവി നന്നായിട്ട് പിടിക്കണം. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡിയായി. നമുക്ക് കുറച്ച് മല്ലിയില വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പി. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.